ആശുപത്രിക്ക് മുന്നിൽ നിന്ന് ആംബുലൻസുമായി കടന്നു കളഞ്ഞ കുറച്ചുപേർ ടയർ പഞ്ചറായതോടെ പക്ഷേ ഇവരെ ആംബുലൻസ് ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വന്നു. ആതിര പുതുവയലിൽ ചേരുന്നുണ്ട് തത്സമയം. ആതിര, ഇപ്പോൾ ഈ ആഡംബര വാഹനങ്ങളോടൊക്കെ പലർക്കും ഭ്രമം തോന്നുന്നത് കണ്ടിട്ടുണ്ട്. പുതിയ മോഡൽ കാറും ബൈക്കും ഒക്കെ പലരും ഇഷ്ടത്തോടെ ചെന്ന് വാങ്ങുന്നതും അത് മോഷ്ടിക്കാൻ ചിലർ നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആംബുലൻസ് ആണ്, ചിലപ്പോൾ പല പല പാർട്ടാക്കി വിറ്റ് ആ രീതിയിൽ കാശുണ്ടാക്കാനൊക്കെ ആയിരിക്കും ശ്രമം. എന്തായാലും പഞ്ചറായതോടെ പണിവാളിയല്ലേ? ഹിമ പറഞ്ഞ പോലെ നമ്മൾ KSRTC ബസ്സൊക്കെ എടുത്തുകൊണ്ട് പോയ കള്ളന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാനും ഒരു ആംബുലൻസ് എടുത്തുകൊണ്ട് പോയ കള്ളന്മാരെ കുറിച്ച് കേൾക്കുന്നത്. ആംബുലൻസ് ഒക്കെ എന്തിനാ ഉപയോഗിക്കുന്നതെന്നുള്ള ഒരു ഇത് ഇവർക്ക് ഇല്ലാതായി പോയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതൊരു സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ആംബുലൻസ് ആയിരുന്നു. അവരാദ്യം വന്നത് ബൈക്ക് മോഷ്ടിക്കാനാണ്. അത് നടക്കാതെ വന്നപ്പോഴാണ് ആംബുലൻസ്. ബൈക്കില്ലെങ്കിൽ ആംബുലൻസ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആംബുലൻസ് എടുത്തത്. ആംബുലൻസുമായിട്ട് പോയി ഒരു കല്ലുവാതുക്കൽ ചിതറ ആ ഒരു ഏരിയ എത്തിയപ്പോൾ ഇതിന്റെ ടയർ പഞ്ചറായിട്ട് അവിടെ ഉപേക്ഷിച്ച് പോകുന്നത് വരെ. ആദ്യം ആംബുലൻസ് 4 ഡ്രൈവർമാരാണ് ഓട്ടിക്കുന്നത്. ആംബുലൻസ് കാണാതെ വന്നപ്പോൾ ഈ 4 പേരും വിചാരിച്ചു ഒന്നാമൻ എടുത്ത് കാണും, രണ്ടാമൻ എടുത്ത് കാണും, ഇങ്ങനെ ഇവർ വിചാരിച്ചു. 4 പേരും എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ ആംബുലൻസിന്റെ GPS ഉണ്ടായിരുന്നു. GPS ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് ചിതറയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ആരെടുത്തുകൊണ്ട് പോയെന്നറിയില്ല. അങ്ങനെ CCTV പരിശോധിച്ചപ്പോഴാണ് ആംബുലൻസ് ഇവർ 4 പേരും എടുക്കാതെ ആരോ വന്ന് ചിതറയിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അവരുടനെ തന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഈ CCTV വിഷ്വൽ വെച്ചിട്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും കള്ളന്മാർക്ക് ബൈക്ക് ഇല്ലെങ്കിൽ ആംബുലൻസ് ഏതെങ്കിലും ഒരു വണ്ടി മതി മതി. പക്ഷെ ആംബുലൻസ് ഒക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് ഓർത്താൽ നല്ലത്. ഈ കള്ളന്മാര് ഏതെങ്കിലും ഒരു രോഗി അത്യാസന്ന നിലയിലൊക്കെ വീട്ടിൽ കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ ആംബുലൻസ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ അത്യാവശ്യം വന്നൊരു സമയത്താണ് ഈ ആംബുലൻസ് കാണാതെ പോയിരുന്നെങ്കിലൊക്കെ കൂടുതൽ പ്രശ്നമായേനെ. എന്തായാലും കള്ളന്മാർ സൂക്ഷിച്ചോളൂ. പോലീസ് പിന്നാലെ തന്നെയുണ്ട്. അധികം വൈകാതെ പിടിവീഴും. ശരി ആതിര.